നമസ്കാരം. എല്ലാവർക്കും അപർണ ടീച്ചറുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നോക്കൂ, ഇന്ന് നമ്മൾ ഈ ചിത്രങ്ങൾ ശ്രദ്ധിക്കാവുന്ന ഇവിടെ ഒരു വൃത്തം വരച്ചിട്ടുണ്ട്, സർക്കിൾ വരച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ 24 ഡിഗ്രി മാത്രം ഒന്ന് വേറിട്ട് കാണിച്ചിട്ടുണ്ട്. അത് വൈറ്റ് കളറിൽ, ബാക്കി റെഡ് കളറിൽ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇനി എന്റെ ചോദ്യം, ഈ വൈറ്റ് കളറിൽ കാണുന്ന പോർഷൻ അതിന്റെ ഭിന്നസംഖ്യാരൂപം പറയണം. ഭിന്നസംഖ്യാരൂപം എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷണൽ ഫോം ഓഫ് ദിസ് വൈറ്റ് പോർഷൻ. അപ്പം വൈറ്റിന്റെ ഫ്രാക്ഷൻ ഫോം നമുക്കറിയാം, ഇത് 24 ഡിഗ്രിയാണ്. ഫ്രാക്ഷൻ ഫോം പറയുമ്പോൾ നമ്മൾ 24/360 എന്ന് പറയും. എവിടുന്ന് കിട്ടി? ഇപ്പൊ പെട്ടെന്നൊരു 360 വന്നു. നമുക്കറിയാം ആകെ വൃത്തം 360 ഡിഗ്രിയാണ്. അതിൽ 24 ഡിഗ്രിയാണ് ഈ വൈറ്റ്. അങ്ങനെയാണെങ്കിൽ റെഡ് എത്രയായിരിക്കും? 360 24 പോയാൽ ബാക്കിയുള്ളതല്ലേ ഇവിടെ വരിക അല്ലെ. അപ്പം 360 24 ഒന്ന് മൈനസ് ചെയ്തു നോക്കൂ. 360 മൈനസ് 24 ഒന്ന് ചെയ്തു നോക്കൂ. എത്ര വരും? 336 വരും അല്ലെ. അപ്പൊ റെഡിന്റെ ഫ്രാക്ഷൻ ഫോം നമ്മൾ 336 ഡിവൈഡഡ് ബൈ 360 എന്ന് എഴുതും അല്ലെ. ഇപ്പൊ ഫ്രാക്ഷൻ ഫോം ഇങ്ങനെയാണ് എഴുതുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ട്, അതുകൊണ്ടാണ് ഞാനിത് ചർച്ചയ്ക്ക് എടുത്തത്. ഇപ്പൊ വൈറ്റ് കളറ് കാണിക്കുന്നതിന്റെ ഭിന്നസംഖ്യാരൂപം 24/360, 24/360. നേരെ മറിച്ച് റെഡ് എന്ന് പറയുമ്പോൾ 24 കഴിച്ച് കുറച്ച് ബാക്കി, ഇപ്പൊ 336/360 അല്ലെ. ഇനി ഇതിനെ നമ്മൾ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റണം അല്ലെ. ഇതിങ്ങനെ തന്നെ ഇടണ്ട. അപ്പൊ ഇതില് രണ്ടിലും 6 പോവും അല്ലെ. ഡിവൈഡ് ചെയ്ത് നോക്കാം. 24നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താല് 4 അല്ലെ. 4 6 കൊണ്ടാണ് നമ്മൾ ഡിവൈഡ്. ഇതിങ്ങനെ എഴുതണ്ട കേട്ടോ. 6 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ 4/60 എന്ന് വരും അല്ലെ. 36ല് 6 ടൈംസ്, അപ്പൊ പിന്നെ 0, 4/60. ഇനി ഇതിനെ ഇനിയും ചെറുതാക്കിക്കൂടെ? ഇതിനെ ഇനിയും ചെറുതാക്കാം. എന്ത് വരും? ഇതിൽ 4 പോകില്ല. 4 ഡിവൈഡഡ് ബൈ 4 1. ഇനി 16നെ നമ്മൾ 4 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കൂ. 15 കിട്ടും. ഡിവൈഡ് ചെയ്ത് നോക്കൂ കേട്ടോ. ഈ 4 കൊണ്ടാണ് നമ്മളിവിടെ ഡിവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഡിവിഷനൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും അല്ലെ. അപ്പൊ 1/15 ഇതാണ് ഇതിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം. അപ്പൊ ഇത് 15ൽ ഒരു ഭാഗമാണ്. ഇത് ഒരു വൃത്തത്തിനെ 15 ഭാഗമാക്കിയതിൽ ഒരു ഭാഗമാണ് ഇത് എങ്കിൽ ബാക്കിയുള്ളത് എത്രയായിരിക്കും? ഇങ്ങനെ ഇത് സിംപ്ലിഫൈ ചെയ്യേണ്ട കാര്യമില്ല. നമുക്കറിയാം 15ൽ 14 അല്ലെ. ഓക്കെ, ഇനി അനദർ എക്സാമ്പിൾ നോക്കാം. ഇത് നോക്കാം. ഇവിടെ നമ്മുടെ വൈറ്റ് എങ്ങനെയാ വരുന്നത്? 54/360 വരും അല്ലെ. അപ്പൊ അതിന്റെ റെഡ് നോക്കാം. റെഡ് എത്രയാ വരിക? 360ൽ നിന്ന് 54 കുറച്ചാൽ ബാക്കിയുള്ളതല്ലേ ഇത് വരിക. അപ്പൊ നിങ്ങളൊന്ന് കുറച്ച് നോക്കൂ. കുറയ്ക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടാന്നറിയോ? 306, 306 ഡിവൈഡഡ് ബൈ 360. ഇനി ഇതിനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. 54ലും 360ലും പൊതുവിൽ പോകുന്ന സംഖ്യ പെട്ടെന്ന് 54ഉം 36 ഒക്കെ വരുമ്പോ നമ്മളെ മനസ്സിലേക്ക് വരണം, ഇത് 9ന്റെ ടേബിൾസിലുള്ളതാണല്ലോ. അപ്പൊ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോ എന്താണ് വരിക? 6 9s are 54 അല്ലെ. പിന്നെ 360നെ നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 40 എന്ന് വരും. 4 9 36. അങ്ങനെ ഇനിയും ഇതിനെ ചെറുതാക്കാം. കാരണം ഇത് രണ്ടും എന്താണ്? ഇരട്ട സംഖ്യകളാണ്. ഇതില് 2 പോകും അല്ലെ. അപ്പൊ 3/20 എന്ന് വരും. 3/20. അതായത് ഇനി ഇതിനെ ചെറുതാക്കാൻ പറ്റില്ല. 3/20 20ൽ 3 ഭാഗം. അങ്ങനെയാണ് റെഡ് കളർ എന്താ വരിക? 20ൽ ഇനി എത്ര ഭാഗം ബാക്കിയുണ്ട്? 17 അല്ലേ. 17 3 അല്ലേ 20. മനസ്സിലാവുണ്ടോ? ഇനി വേറൊന്ന് നോക്കാം. ഇതാ അടുത്ത് നോക്കൂ. ഇവിടെ വൈറ്റ്
എത്രയാ വരുന്നത്? 108 ഡിവൈഡഡ് ബൈ 360. അതേപോലെ റെഡ് വരും. എത്രയാ? 360 108 മൈനസ് ചെയ്താല് ബാക്കി എത്ര വരും? മൈനസ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ എത്ര വരിക? 252 എന്ന് വരും ഡിവൈഡഡ് ബൈ 360. അതായത് ഈ 252 108 കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 360 കിട്ടും. അങ്ങനെയാണ്. ഇനി ഇതിനെ നമ്മൾ ചെറുതാക്കി നോക്കാം. ഇതിൽ രണ്ടിലും 2 പോവും. 2 കൊണ്ട് ഇതിനെ 2 ഡിവൈഡ് ചെയ്യണം. ന്യൂമറേറ്ററിനെ ഡിവൈഡ് ചെയ്യണം, ഡിനോമിനേറ്ററിനെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 54 ഡിവൈഡഡ് ബൈ 180 കിട്ടും. ഇനി വീണ്ടും നോക്കുക. 54 180 പോകുന്ന 9 പോവും. അപ്പൊ നമുക്ക് എന്ത് പറയാം? 6/20 കിട്ടും അല്ലെ? 6 9 54, 2 9 18, 0 20. ഇനി വീണ്ടും ഇതിനെ ചെറുതാക്കാം. 3/10. ഇത് ഹരണമാണ്, ഡിവിഷൻ ആണ്. ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനെയും അംശത്തിനെയും ഛേദത്തിനെയും ഒരേ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ചോദിക്കും എങ്ങനെയാ അത് മനസ്സിലാക്കാന്ന്. ഇപ്പൊ ഇരട്ട സംഖ്യകളാണെങ്കിൽ നമുക്കറിയാം 2 ആണ് ഇതിൽ പോകുന്നുള്ളത്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊണ്ടുവന്നാലും മതി കേട്ടോ. ഇനി അപ്പൊ ഇതാണ് ഇതിന്റെ സിംപ്ലസ്റ്റ് ഫോം, 3/10. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ബാക്കി ഭാഗം എത്രയായിരിക്കും? 10ൽ 3 ഭാഗം ഇത്. അപ്പൊ ബാക്കി ഇനി എത്ര ഉണ്ട്? 10ൽ 7 ഭാഗം. മനസ്സിലാവുണ്ടോ? ഇനി ഇത് നോക്കാം. ഇതിന്റെ വൈറ്റ് എന്താ വരിക? 150/360. ഇതിന്റെ റെഡോ എത്ര വരും? 360 150 മൈനസ് ചെയ്താല് 210, 210, 210/360. ഇനി ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ വരിക? 2ലും 10 പോവും അല്ലേ? അപ്പൊ 15 10 150, 36 10 360. ഇനി 15ഉം 36ലും 3 പോവും. 15ൽ എത്ര 3 ഉണ്ട്? 5 3 15, 36ല് 12. ഇനി ഇതിൽ രണ്ടിനും ഒരേ സംഖ്യ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇതാണ് ഇതിന്റെ സിംപ്ലസ്റ്റ് ഫോം. അപ്പൊ 12ൽ 5 ഭാഗമാണ് ഇത് എങ്കിൽ ബാക്കി എത്രയായിരിക്കും? 12ൽ 7 ഭാഗം. മനസ്സിലാവുണ്ടോ? അപ്പൊ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. കൂടുതൽ ഭിന്നസംഖ്യകൾ എടുത്ത് ചെറുതാക്കി സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റി നോക്കാം. ഇനി നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം, ഏറ്റവും അവസാനത്തെ ചോദ്യം, ഈ യൂണിറ്റ് തീർന്നു. ഈ അവസാനത്തെ ചോദ്യത്തിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സർക്കിള് വരച്ച് 3/8 എന്നുള്ളത്, അല്ലെങ്കിൽ 2/5, 4/9, 5/12, 5/24 ഇതെല്ലാം കളർ ചെയ്യാൻ. ഇപ്പം സപ്പോസ് നമ്മൾ നോക്കാം 3/8. 3/8 നമ്മൾ എങ്ങനെയാ വരയ്ക്കുന്നത്? കാണിക്കുക. സർക്കിളിൽ എങ്ങനെ കാണിക്കും? ഒരു സർക്കിള് വരച്ച് ഇതല്ലാട്ടോ, ഇതെല്ലാം ഒരു സർക്കിള് വരച്ച് അതിനെ 3/8 കാണിക്കണമെങ്കിൽ ഒരു സർക്കിള് വരച്ച് 8 തുല്യ ഭാഗമാക്കുക. 8 തുല്യ ഭാഗമാക്കണമെങ്കിൽ 360 നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് 45 കിട്ടുക. 45 ഡിഗ്രിയിൽ നമ്മൾ അതിനെ ഭാഗിച്ചിട്ട് അതിൽ 3 ഭാഗത്തിന് എന്ത് കൊടുക്കുക? കളറ് കൊടുക്കുക. അതേപോലെ എല്ലാം ചെയ്യാം. ഇതിൽ നോക്കൂ, ഇത് ടീച്ചർ ഒരു സർക്കിളിനെ 24 ഈക്വൽ പാർട്സ് ആക്കിയതാണ്. അങ്ങനെയാ 24 ഈക്വൽ പാർട്സ് ആക്കാം. 360 നമ്മൾ 24 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 124 24 2 1 120ൽ ഇത് 5 ടൈംസ് പോകും. 120 കണ്ടോ? അപ്പൊ 15 ഡിഗ്രി വീതം. ഇത് ഓരോന്നും 15 ഡിഗ്രിയാണ്. ഓരോന്നും 15 ഡിഗ്രിയാണ് വീതം. ഇതിനെ കട്ട് ചെയ്താൽ, നമ്മൾ വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഇത് കിട്ടും. 24 ഭാഗമായി. ഇനി അതിൽ 5 ഭാഗമാണ് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ചോദ്യമാണ്. 5/24 എങ്ങനെ നിങ്ങൾ കളർ ചെയ്യും എന്നുള്ളത്. അപ്പൊ 24 ഭാഗമാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? 5 ഭാഗം, ഇതിൽ 5 ഭാഗം നിങ്ങൾ കളർ കൊടുക്കുക കേട്ടോ. ഈ പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾ നോട്ട് ബുക്കിലേക്ക് ചെയ്തു നോക്കുക. ഓക്കെ, ബൈ.